പ്രിയപ്പെട്ട നിഷാഡിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. വേറെ ഒരെണ്ണം ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ കഥാപാത്രം അങ്ങ് കട്ടെടുത്തു അല്ലേ, സാന്ദ്ര. അപ്പോൾ സാന്ദ്രയായിട്ട് ഇനി അങ്ങ് ജീവിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇരട്ട വേഷം ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതെന്താണ്, സന്തോഷമായോ? കാരണം ഡബിൾ റോൾ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മുടെ കമലഹാസൻ സാറിന്റെ പടത്തിലൊക്കെയാണ് ഇത് കണ്ടേക്കണത് അല്ലേ. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് അല്ലേ, ശങ്കർ സാറിന്റെ പടത്തിലേക്കാണ് അല്ലേ. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ചാനലുകാർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്തു? നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തല്ലോ. നമ്മുടെ ഈ ഷോർട്ട് ഫിലിം അവർക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. കാരണം ഞാനൊരു ശരിക്കും സങ്കടം വന്നു ഈ ഒരു കഥ എഴുതിയപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന അനീതിക്ക് എതിരെ ഉള്ളൊരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമം, അനീതിക്കെതിരെ ഉള്ളൊരു സംഭവമാണ് അല്ലേ. കാരണം എന്ന് വെച്ചാൽ ഓരോ വീടുകളിലും എത്തി സാന്ദ്ര പ്രതികരിക്കുകയാണ്. ഇനി അനീതി നടക്കില്ല. കാരണം എവിടെയെങ്കിലും ഒരു പീഡനം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ബോർഡുണ്ടാവും, സാന്ദ്രയെ പേടിക്കണം എന്നുള്ളത്. അങ്ങനെ ഇനി വരുന്ന അക്രമങ്ങൾക്ക് എതിരായിട്ട് നമ്മുടെ നിഷാഡിയുടെ കഥാപാത്രം പ്രതികരിക്കും. എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു കിടന്നാൽ അവിടെ പോയി സാന്ദ്ര എന്ന് എഴുതുമ്പോൾ തന്നെ ആ കൊലയാളി വന്ന് കീഴടക്കും. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയും ഞാനാണ് കൊന്നതെന്ന്. അതുപോലെ ആയി മാറുകയാണ് സാന്ദ്ര. അപ്പോൾ സാന്ദ്രയുടെ കേസ് കുറ്റാന്വേഷണം എന്ന ഈ ഷോർട്ട് ഫിലിം ഇന്ന് വൈകിട്ട് നിങ്ങളുടെ ജനമനസ്സുകളിലേക്ക് ഗുഡ് ലക്ക് വിഷൻ അവതരിപ്പിക്കാൻ നിഷാഡിക്ക് അഭിലാഷ് ആട്ടായം കൂട്ടുകെട്ടിൻ്റെ 1 മില്യൺ അടിക്കുന്ന ഷോർട്ട് ഫിലിം, രണ്ടാമത്തെ ഷോർട്ട് ഫിലിം. ഈ സാന്ദ്രയായിട്ട് ഇനി മുന്നോട്ട് പോകണോ? അല്ല, ഇത് എവിടെ സ്റ്റോപ്പ് ചെയ്യാൻ രണ്ടായില്ലേ? അല്ല, ഇനി കഥാപാത്രമായിട്ട് മുന്നോട്ട് പോകില്ലേ അല്ലേ? കഥാപാത്രമായിട്ട് മുന്നോട്ട് പോകില്ലേ?